എൻ്റെ വാക്ക് നിൻ്റെ ഹൃദയത്തിൽ പതിയട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ ജ്ഞാനത്തിൻ്റെ വഴി നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു. നടക്കുമ്പോൾ നിൻ്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്. അത് കാത്തു സൂക്ഷിക്കുക, അത് നിൻ്റെ ജീവനാണ്. സുഭാഷിതങ്ങൾ 4-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്ര ഓഫീസിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും ക്ഷേമവും സുഖവും ആശംസിക്കുന്നു. ഇനി പരീക്ഷയുടെ കാലമാണ്. നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പരീക്ഷാപേടി എല്ലാവർക്കുമുണ്ട്. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇനി ടെൻഷനും സ്ട്രെസ്സും ആകുലതയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലം. ഇനിയും വൈകിയിട്ടില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒന്നുകൂടി മനസ്സ് വെച്ചാൽ, അല്പം കൂടി കഠിനാധ്വാനം ചെയ്താൽ വിജയം സുനിശ്ചിതമാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കും. കാറ്റഗിസം 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും പരീക്ഷ അടുത്തു വരികയാണ്. ജനുവരി 28-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്താണ് പരീക്ഷ. എന്തിനാണ് കാറ്റഗിസം പരീക്ഷ എന്ന് നമ്മളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ വിശ്വാസ പരിശീലകർ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള പാഠഭാഗങ്ങൾ അത് മനസ്സിലാക്കി അവരുടെ ബോധ്യത്തിലും അനുഭവങ്ങളിലും ചാലിച്ചെടുത്ത് ആ വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. അവർ എടുക്കുന്ന എഫർട്ട് നിങ്ങളൊന്ന് കണക്കിലെടുത്തേ. ഇനി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കൂട്ടുത്തരവാദിത്വം നിങ്ങളുടെ കടമയാണ്. ദൈവീയ കാര്യങ്ങളെക്കുറിച്ചും സഭാകാര്യങ്ങളെക്കുറിച്ചും ധാർമ്മിക വശത്തെക്കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് കുറിച്ചു വയ്ക്കുവാനുള്ള ഒരു അവസരമാണ് പരീക്ഷ. യേശു അനുഭവത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നുള്ളത് വെളിപ്പെടുത്തുക. കാറ്റഗിസം കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തുമാത്രം താല്പര്യവും തീക്ഷ്ണതയും ഉണ്ട് എന്ന് നിങ്ങൾ പ്രകാശിപ്പിക്കുന്ന സമയമാണ് പരീക്ഷ എന്ന് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ചോദ്യമാതൃക നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെട്ട് കാണും. കഴിഞ്ഞ സെമസ്റ്ററിൽ നൽകിയ അതേ ചോദ്യമാതൃക തന്നെയാണ് 2ാം സെമസ്റ്ററിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുക, ഈ സെക്ഷനിൽ 2 ഉപന്യാസങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള ഒരു പൊതുചോദ്യമായിരിക്കാം. 2 ഏതെങ്കിലും സമകാലികമായ സാമൂഹ്യമായ വിഷയം അവതരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വിശ്വാസ പരിശീലന സംബന്ധമായ ഒരു കാര്യം അവതരിപ്പിക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു ഉപന്യാസമാണ്. ഈ 2 ചോദ്യങ്ങൾക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ വിലയിരുത്തലുകൾ രേഖപ്പെടുത്താം. ക്രിസ്തീയ വീക്ഷണത്തിൽ ഈ വിഷയം നിങ്ങൾക്ക് നൽകുന്ന വെല്ലുവിളികൾ, ചലഞ്ചസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. പരീക്ഷ എഴുതുവാനാണ് ബുദ്ധിമുട്ട്, ഭാഷാപ്രയോഗം പ്രത്യേകിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എങ്കിലും നിങ്ങളുടേതായ ഭാഷയിൽ, ശൈലിയിൽ ഉത്തരങ്ങൾ എഴുതുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ വിജയവും ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാറ്റഗിസം പരീക്ഷയ്ക്ക് മാത്രമല്ല, എല്ലാ പരീക്ഷകളിലും നിങ്ങൾ വിജയം നേടണം. അത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. Hi friends, praise be to Jesus Christ. I hope you're preparing for the second term catechism exam for the academic year 2023-2024. Now I'm going to read few possible questions for essays for class 10th, 11th and 12th, which belongs to the section E of the question paper. First question, what is your takeaway from this 12-year faith formation program?
Summarize your experiences of the catechetical program and its all-round impact on your life. Second question. The motto of our faith formation program for the year 2023-2024 is "Let us grow in goodness." Third question. Do you pay special attention to outreach program? What, in your opinion, is the necessity of such a program? Evaluate the program and mention your viewpoints. Fourth question. Do you pay special attention to adopt a family project? What, in your opinion, is the necessity of such a program? Evaluate the program and mention your viewpoints. Fifth question. Do your parents encourage you to be a part of the faith formation program? Is your participation by coercion or by your own free will? Don't you feel it's the responsibility of each and everyone to be a part of the faith formation scheme? Elucidate. Sixth question. Are your catechetical classes purely syllabus based? Or do you get to experience Jesus by the various lesson plans executed by the catechist? In that case, state such experiences. Seventh question. Many youth nowadays fall in for the wrong relationship and fall out of faith, much to the vexation of their parents. Analyze the situation and mention your opinion and perspective in this matter. Eighth question. Are you genuinely interested in the faith formation programs? What and who are your encouraging factors in this regard? How are these classes significant in promoting and boosting your life of faith? Ninth question. What are the Christian values and outlook you garnered from this year's lessons in the textbook titled Christian Life in the Church and Society? After completing 12 years of Christian formation, are you girdled strongly to bear witness to Jesus in this world? So, dear friends, all the best for your exams. May God bless you.